ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും വലുത് അമ്മയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ആദ്യമായി വെച്ച എൻ്റെ ഉടമ്പടി നിയോഗം, പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ഞാൻ ചെയ്ത ഉടമ്പടി കൃത്യമായി പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ എന്നാണ്. ഓരോ നിമിഷവും അമ്മയുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കി തരണമേ അമ്മ എന്നാണ് ഞാൻ ആദ്യം എൻ്റെ ഉടമ്പടി നിയോഗമായി വെച്ചത്. ഇന്ന് ഈ നിമിഷം വരെയും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എനിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ BSc നഴ്സിംഗ് 4ാം വർഷത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഏറ്റവും നല്ല മാർക്കോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കണമെന്നാണ് ഞാൻ രണ്ടാമതായി വെച്ച നിയോഗം. അതിൽ പരിശുദ്ധ അമ്മ എന്നെ ഡിസ്റ്റിങ്ഷനോട് കൂടെ തന്നെയാണ് എൻ്റെ BSc നഴ്സിംഗ് 4ാം വർഷത്തെ എക്സാം പാസ്സാക്കിയത്. ശാരീരികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു പരീക്ഷ സമയത്ത്. പക്ഷേ മാതാവ് തന്നെയാണ് എനിക്ക് എക്സാമിൻ്റെ സമയത്ത് എല്ലാം പറഞ്ഞു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എക്സാം പേപ്പർ നോക്കിയത് പരിശുദ്ധ അമ്മ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഡിസ്റ്റിങ്ഷനോടെ മാതാവ് പാസ്സാക്കി. രണ്ടാമതായി എൻ്റെ നിയോഗം, ഞാൻ OETക്ക് പഠിക്കാൻ പോയിരുന്നു. OET എക്സാം എന്നെ പാസ്സാക്കണമെന്നാണ് ഞാൻ രണ്ടാമതായി വെച്ച നിയോഗം. പക്ഷേ OET എക്സാം ഞാൻ എഴുതിയെങ്കിലും 3 Bയും 1 Cയും ആയിരുന്നു എനിക്ക്. 4 മാർക്കിന് എനിക്ക് OET എക്സാം ഫെയിലായി. പക്ഷേ വളരെയേറെ സങ്കടം തോന്നിയെങ്കിലും പിന്നെ എനിക്ക് മാതാവ് ഒരു ധൈര്യം തന്നു. മാതാവ് എന്തോ ഇഷ്ടപ്പെടുന്നുണ്ട്, മാതാവിൻ്റെ ആഗ്രഹം വേറെ എന്തോ ആണെന്ന് എൻ്റെ മനസ്സിലൊരു മാതാവ് എനിക്ക് തോന്നി തന്നു. അങ്ങനെ OET എക്സാം പിന്നെ എഴുതാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്യാൻ കയറിയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സൗദിയിലോട്ടുള്ള നഴ്സുമാരുടെ വേക്കൻസികളൊക്കെ വന്നു. സൗദി എനിക്ക് മാനസികമായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരുന്നു. കാരണം അവിടെ പള്ളിയില്ല, കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല, അതൊക്കെയായിരുന്നു എൻ്റെ വിഷമം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞില്ല, അവിടെ കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റും, അവിടെ പള്ളിയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് ജോലിയില്ലാതെ വിദേശത്തോട്ടുള്ള ജോലിക്ക് വേണ്ടി നെബോഷ് പാസ്സായിട്ട് സേഫ്റ്റി ഓഫീസറിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സൗദിയിലേക്ക് നോക്കാമെന്ന് വിചാരിച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിയോഗം വെച്ച് സൗദിയിലേക്ക് ഞങ്ങളെ വിടണമേ എന്ന് വിചാരിച്ചിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പക്ഷെ സൗദിയിലേക്കുള്ള ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഹസ്ബൻഡിന് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരാശയിലായി. പക്ഷേ എൻ്റെ സൗദി പ്രോസസ്സിങ് എല്ലാം ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റാർട്ടാക്കിയിരുന്നു. അങ്ങനെ ജൂൺ മാസം അമ്മയുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ നിയോഗത്തിൽ വെച്ചു, പരിശുദ്ധ അമ്മ ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, പരിശുദ്ധ അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത്, അമ്മ എങ്ങോട്ടാണോ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് ഞങ്ങളെ വിടണമേ എന്നാണ് പരിശുദ്ധ അമ്മ അടുത്ത നിയോഗമായിട്ട് ഞാൻ വെച്ചത്. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് അമ്മ മാതാവിൻ്റെ ജന്മതിരുനാൾ മാസമായ സെപ്റ്റംബർ മാസം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ എല്ലാം ശരിയാക്കി അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് ഞാൻ അമ്മയോട് നിയോഗമായിട്ട് വെച്ചത്. അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ വിടണമേ എന്നാണ് നിയോഗമായിട്ട് വെച്ചത്. സെപ്റ്റംബർ മാസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അബുദാബിയിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ വരികയും അത് പാസ്സാകുകയും സെപ്റ്റംബറിൽ തന്നെ വിസ വരികയും ചെയ്തു. ഒക്ടോബർ 18-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിലേക്ക് പോയി. അങ്ങനെ എൻ്റെ സൗദിയുടെ പ്രോസസ്സിങ് നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു. സൗദി എക്സാം എഴുതി. സൗദി എക്സാം എനിക്ക് പാടായിരുന്നു, നല്ല ടഫായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉപ്പ് ഞാൻ എൻ്റെ എക്സാം ടേബിളിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. സൗദി എക്സാം എനിക്ക് നല്ല ടഫായിരുന്നു. ഞാൻ പാസ്സാവുന്നത് തന്നെ വിചാരിച്ചതല്ല. പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോഴത്തേക്കും 500 മാർക്കിന് മാതാവ് എനിക്ക് 604 മാർക്ക് തന്ന് എന്നെ പാസ്സാക്കി. അതിനുശേഷമാണ് മാതാവ് എന്നെ മനസ്സിൽ തോന്നിച്ചത്, സൗദി എക്സാം പാസ്സായതുകൊണ്ട് നിനക്ക് അബുദാബി എക്സാം എഴുതിക്കൂടാ, അബുദാബിയിലോട്ട് പോകാനുള്ള ഹാദ് എക്സാം എഴുതിക്കൂടാ, അബുദാബിയിലോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം മാതാവിനിൽ ജനിപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണല്ലോ, അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അബുദാബി പോകുന്നതല്ലേ നല്ലത്, സൗദിനേക്കാളും മാനസികമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് സൗദി. എന്നിട്ട് ഞാൻ എൻ്റെ അബുദാബി പ്രോസസ്സിങ് സ്റ്റാർട്ടാക്കി. മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ അമ്മ സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ്, സമയ ഘടികാരം നെഞ്ചിൽ ചേർത്തിയ മാതാവാണ്. മാതാവേ സമയം എത്രയും പെട്ടെന്ന് എൻ്റെ പ്രോസസ്സിങ് എല്ലാം തീർത്ത് മാതാവേ എത്രയും പെട്ടെന്ന് എനിക്ക് അബുദാബിയിലേക്ക് പോകാനായിട്ട്, അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ടാക്കി. 1 മാസം പറഞ്ഞ പ്രോസസ്സിങ് ഒക്കെ എനിക്ക് 2 ആഴ്ച കൊണ്ടാണ് എല്ലാം റെഡിയായിക്കൊണ്ടിരുന്നത്. അവർ 2 ആഴ്ച പറഞ്ഞെങ്കിൽ എനിക്ക് 2 ദിവസം കൊണ്ടാണ് അതെല്ലാം ശരിയായിക്കൊണ്ടിരുന്നത്. എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ റെഡിയായി. ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ റിസൈൻ ചെയ്തിറങ്ങി പിറ്റേ ദിവസം തന്നെ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഈ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ഇവിടെ വന്നിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോയത്. ഫെബ്രുവരി 19-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിന് പോയത്.
ക്ലാസ് 1 മാസമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ ക്ലാസ്സിലുടനീളം എനിക്കുണ്ടായിരുന്നു. അമ്മ എനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ച് തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം എനിക്കത് പഠിക്കാൻ പറ്റി. എനിക്ക് ആരോ എൻ്റെ മനസ്സിൽ എനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് എനിക്ക് ഇന്ന് വരെ അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു, മാതാവിൻ്റെ കൂടെ ഉണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഹോസ്റ്റലിലാണെങ്കിൽ പോലും എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് അമ്മ മാതാവ് ഒരു സ്ഥലം ഒരുക്കി വെച്ചിരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്കൊരു അസൗകര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് കുർബാനൻ്റെ ക്ലാസ് ടൈം 7:30 മുതൽ രാത്രി 9 വരെയാണ് ക്ലാസ് ടൈം. അപ്പം ഞായറാഴ്ച അങ്ങൊന്നും കുർബാനയ്ക്കൊന്നും ആരും പോവാറില്ല. പക്ഷേ എനിക്ക് കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിന്. അങ്ങനെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ പറഞ്ഞു. അപ്പോൾ വേറെ 2 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 മണിക്ക് 6:15 അവിടെ കുർബാന. 6 മണിക്ക് തന്നെ എനിക്ക് കുർബാനയ്ക്ക് പോകാനും സാധിച്ചു. പരിശുദ്ധ അമ്മേനെ അതിനും അനുഗ്രഹിച്ചു. എന്തൊരു ക്ലേശകരമായ അവസരത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മയെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ അമ്മ ഓടി വരുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് ഹാദിന് അബുദാബിയിലേക്കുള്ള എക്സാം ഡേറ്റ് എടുത്തത് 21-ാം തീയതി മാർച്ച് 21 3 മണിക്കാണ് എക്സാം ഡേറ്റ് എടുത്തത്. പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മയെടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ എനിക്ക് ആ ഡേറ്റ് തന്നത്. അങ്ങനെ ഡേറ്റ് എടുത്തു. മാർച്ച് 21 എനിക്ക് അച്ഛനെ കാണാൻ അതിനു മുമ്പ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എന്നെ വിട്ടില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് 3 മണിക്കെങ്കിലും എക്സാം, പക്ഷേ ആ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എക്സാമിന് പോത്തോളൂ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ പോത്തോളൂ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർച്ച് 21 രാവിലെ ഞാൻ കുർബാനയ്ക്ക് വന്ന് കുർബാന ആരാധനയെല്ലാം കൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോയത്. ഇവിടുന്ന് അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, സാക്ഷ്യം പറയാനുള്ള എൻ്റെ കൊതി അമ്മ സാധിച്ചു തരണം. എപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിനെ സാക്ഷിയാക്കി മാറ്റണേ മാതാവേ. അന്ന് മൊത്തം ഞാൻ പ്രാർത്ഥിച്ചത്, പരിശുദ്ധ അമ്മ എനിക്ക് ഇവിടെ നിന്ന് ഈ പുണ്യമായ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയണമെന്നാണ് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നപ്പോഴത്തേക്കും അമ്മ എന്നോട് അമ്മയെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മ എന്നെ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കുന്നതാണ് എനിക്ക് കണ്ടത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സാവുമെന്ന്. കാരണം ഇവിടെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് എക്സാമിന്. അതുകൊണ്ട് എന്തായാലും ഞാൻ പാസ്സാവുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാം ഹാളിൽ എക്സാമിന് ചെന്നപ്പോഴത്തേക്കും എനിക്ക് 3 മണിക്കാണ് എക്സാം. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ 3 മണിക്കാണ് എക്സാമെങ്കിൽ ഞാൻ 2:30 എക്സാമിന് കയറും. എൻ്റെ എക്സാം 2:30 ആയിരിക്കണം മാതാവേ. കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ടത് 2:30 മണിക്കാണ്. എനിക്ക് എക്സാം 2:30 മണിക്കായിരിക്കണം. നമുക്ക് സ്ലോട്ട് അനുസരിച്ച് നേരത്തെ എക്സാമിന് കയറാം. ഞാൻ അവിടെ 1 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ 2:15 വരാം, എനിക്ക് 2:30 എക്സാം മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ 2:15 വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2:15 പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് ചെന്നപ്പോഴത്തേക്കും കറക്റ്റ് 2:30 ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ എക്സാം സ്റ്റാർട്ടായത് കറക്റ്റ് 2:30. അപ്പം അമ്മയുടെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ എക്സാമിന് ഉടമ്പടി ഉപ്പോ കയ്യിലൊന്നും നമുക്ക് കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ മേഡത്തിനോട് ചോദിച്ചു, മേഡം ഇത് അമ്മയുടെ ഉപ്പാണ്, എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഉപ്പാണ്, ഇതൊന്ന് കൊണ്ട് കയറിക്കോട്ടെ, എനിക്ക് എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് എന്നോട് പറഞ്ഞു, വെച്ചോ. ഇന്നൊരു ടിഷ്യൂ പേപ്പർ തന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ടിഷ്യൂ പേപ്പർ തന്നു. ഞാൻ ടിഷ്യൂ പേപ്പറിനകത്ത് അമ്മയുടെ ഉപ്പ് വെച്ചിട്ട് എൻ്റെ ടേബിളിൽ വെച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ എക്സാം സ്റ്റാർട്ടാക്കിയത്. ആദ്യത്തെ എക്സാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് ആൻസർ കിട്ടുന്നില്ലായിരുന്നു. വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിക്ക് ആശീർവാദം എൻ്റെ കൊന്തയിലുണ്ടായിരുന്നു. കൊന്തയെടുത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിക്ക് ആശീർവദിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ആൻസേഴ്സും ക്ലിക്ക് ചെയ്തത്. എൻ്റെ മൗസ് പോയിൻ്റ് ക്ലിക്ക് ആവുന്നത് പോലെ എനിക്ക് അറിയുന്നില്ലായിരുന്നു. കാരണം അത്രത്തോളം സ്പീഡിലാണ് ഞാൻ ഓരോ ആൻസർ ചെയ്തത്. കാരണം എല്ലാം ആരോ എനിക്ക് പറഞ്ഞു, എൻ്റെ മൗസ് പോയിൻ്റ് വേറെ ആരോ പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം പെട്ടെന്നാണ് ഞാൻ എക്സാം എഴുതിയത്. 3 മണിക്കൂറിൻ്റെ എക്സാമിന് 2 മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ എഴുതി കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്നും കൂടെ നോക്കി വീണ്ടും ഒത്തിരി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് ഞാൻ ക്ലോസ് ആക്കിയത്. അപ്പം ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് മേഡം വന്നപ്പോൾ ചോദിച്ചു, എഴുതി കഴിഞ്ഞോ, ഒന്നും കൂടെ നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ല, ഒന്നും നോക്കാനില്ല, ക്ലോസ് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലോസ് ആക്കി. അപ്പം തന്നെ എനിക്കറിയായിരുന്നു മാതാവ് ഈശോൻ്റെ ഇടതും വലുതും ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മൊത്തം. അമ്മ ഈശോൻ്റെ ഇടതും വലുതും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളൊരു സാന്നിധ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും പുഞ്ചിരിച്ച മുഖമൊക്കെ എൻ്റെ മനസ്സിലേക്ക് അന്ന് വന്നായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും 5 മിനിറ്റ് കൊണ്ട് റിസൾട്ട് അറിയുന്നതാണ്. പക്ഷേ എനിക്ക് അരമണിക്കൂറായി, എന്തോ കമ്പ്യൂട്ടറിൽ എന്തോ ഇറർ ഉണ്ടായിരുന്നു, അരമണിക്കൂറൊക്കെ ആയി റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് ഫുള്ള് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു, പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ഞാൻ ആ സമയത്തെല്ലാം അമ്മയോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ എൻ്റെ അവിടുത്തെ മേഡം പറഞ്ഞു,
കൺഗ്രാജുലേഷൻസ്, ആദ്യ എക്സാം പാസ്സായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. അങ്ങനെ ഞാൻ ഹാദ് എക്സാം പാസ്സായി. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. മാർച്ച് 25 അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ തന്നെ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയണം. മാർച്ച് 31 മുമ്പ് തന്നെ ഞാൻ അബുദാബിയിലേക്ക് പോകണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചത്. മാർച്ച് 21 എക്സാം ഞാൻ പാസ്സായി. മാർച്ച് 25 ഞാൻ അവിടുന്ന് 16 പേരെയും കൊണ്ട് ആണ് ഇങ്ങോട്ട് വന്നത്. പരിശുദ്ധ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ വരുന്ന ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പേര് കൃപാസനത്തിൽ കൊണ്ടുവരുമെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് അത്രയും പേരെ അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അമ്മയുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ, അത്യധികം ആഗ്രഹിക്കുന്നവർ, അമ്മ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരെയും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എൻ്റെ അടുത്ത നിയോഗം, ഞങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീടും സ്ഥലവും മേടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് വീടിൻ്റെ അടുത്തോട്ട് തന്നെയാണ് നമ്മൾ നോക്കിയത്. അപ്പോഴത്തേക്കും ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് പറ്റാത്ത രീതിയിലുള്ളൊരു വീട് സ്ഥലവും കണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീട് സ്ഥലം ഞങ്ങൾക്ക് തരണേ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട് കാണാൻ പോയപ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് കൊണ്ടുപോയിട്ട് ഓരോ റൂമിലും എല്ലാ വീടിൻ്റെ 4 വശത്തും ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വീട് കണ്ടത്. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്ക് ആ വീട് വാങ്ങിക്കാൻ സാധിച്ചു. ഡിസംബർ 29 തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾക്ക് അന്ന് ആ വീട്ടിലേക്ക് പ്രവേശിക്കാനും സാധിച്ചു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് ഓർഫനേജുകളിൽ പോയി രോഗികളെ കാണുകയും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കഴുകി തേച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. ജോലിക്ക് കയറിയതിന് ശേഷം സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി പത്രം കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം അത്രയ്ക്കും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ ഉടമ്പടി പത്രം ഇവിടുന്ന് മേടിച്ചിട്ട് കൊടുക്കുന്നത്. ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രാവശ്യം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കും. ക്രൈസ്തവർക്കും എല്ലാം ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയെടുത്ത് പ്രാർത്ഥിച്ച് ഒരു കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. അമ്മയെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ പത്രം കൊടുക്കാറുള്ളത്. അവരെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മയുടെ പത്രം ഞാൻ കൊടുക്കാറുള്ളത്. ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ 5:15 തന്നെ എഴുന്നേറ്റ് കറക്റ്റ് സമയത്ത് ചൊല്ലുമായിരുന്നു. കൃപാസനത്തിൽ ധ്യാനം, ആഴ്ചയുള്ള ധ്യാനം ഞാൻ മുടങ്ങാതെ കാണുമായിരുന്നു. ആ ദിവസം എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ആഴ്ചയിൽ ഞാൻ മുടങ്ങാതെ തന്നെ കൃപാസനത്തിലെ ധ്യാനം കാണുമായിരുന്നു. വിശുദ്ധ കുർബാന ഞാൻ ആദ്യമേക്ക് വീട്ടിൽ നിന്ന സമയത്താണെങ്കിൽ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം ഞായറാഴ്ചകളിൽ കുർബാന ഞാൻ മുടക്കാറില്ല. ഞായറാഴ്ചകളിൽ കുർബാന കൂടാറുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷമ എന്നൊരു പുണ്യമാതാവ് എനിക്ക് നൽകി. എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളോട് ദേഷ്യമുള്ളവരോട് പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് മാതാവ് എനിക്ക് തന്നു. ഇത്രയേറെ എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഈ ദിവസം തന്നെ പരിശുദ്ധമായ ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു.